ഇത് നെടുങ്കുന്നം ഹണി ബീ ഗ്രൂപ്പിലെ തൊട്ടിക്കൽ ഹണി ബീ ഫാമിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇന്ന് നമുക്കിവിടെ കാപ്പി മുഴുവൻ പൂത്തു നിൽക്കുകയാണ്. ഉച്ചകൾ നല്ല വർക്കാണ്. ഉണ്ടോ, പൂമ്പൊടിയൊക്കെ ആയിട്ട് വരുന്നതുണ്ടോ, നല്ല വർക്കാണ്. എല്ലാവരുടെയും കാലിൽ പൂമ്പൊടിയുണ്ട്. ഉണ്ടോ, മൊത്തം കാപ്പിയാണ്. ഇവിടെ കാപ്പി പൂത്ത് നിൽക്കുകയാണ്. നല്ല വർക്ക് നടക്കുകയാണ്. ഉണ്ടോ ഉണ്ടോ മൊത്തം കാപ്പിയാണ്. മൊത്തം കാപ്പിത്തോട്ടമാണ്. പറമ്പ് മുഴുവൻ കാപ്പി പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. മുഴുവൻ തേനീച്ചയാണ്. തേനീച്ചയുടെ സൗണ്ട് കാരണം നല്ല സൗണ്ടാണ്. കണ്ടോ, ഈ കാപ്പി മുഴുവൻ തേനീച്ച പറക്കുന്നത് നമുക്ക് കാണാം. കാപ്പിയാണ്. എന്തായാലും കാപ്പിയിലെ വളരെ നല്ല രീതിയിൽ ഈച്ചകൾ കാപ്പിയെ വരുന്നുണ്ട്. കാപ്പിപ്പൂ മുഴുവൻ ഈച്ചകളാണ്. കാപ്പിയുടെ ചുവടുകളിലാണ് നമ്മുടെ തേനീച്ചപ്പെട്ടി കോളനികൾ മുഴുവൻ ഇരിക്കുന്നത്. ഇത് തൊട്ടിക്കൽ ഹണി ബീ ഫാമിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ്. നല്ല വശമുണ്ടോ, അപ്പോൾ നല്ല പൂമ്പൊടിയൊക്കെ ആയിട്ട് നല്ല രീതിയിലാണ് വരുന്നത്. മൊത്തം കാപ്പിയാണ്. ഉണ്ടോ, മുഴുവൻ കാപ്പിയാണ്. കാപ്പി പൂത്ത് നിൽക്കുകയാണ്. ഉണ്ടോ, ഉണ്ടോ കാപ്പിയാണ്. ഇത് മുഴുവൻ നാടൻ കാപ്പിയാണ്. ഇടയ്ക്ക് നമ്മൾ നിർത്തുന്നത് കണ്ട് ഇതുണ്ടോ, തേനീച്ച പെട്ടികൾ കാപ്പിത്തോട്ടത്തിൽ തന്നെയാണ് നമ്മൾ വച്ചിരിക്കുന്നത്. ഉണ്ടോ, നല്ല വർക്ക് നടക്കുന്നു. ഉണ്ടോ, നല്ല വർക്കാണ് നടക്കുന്നത്. നല്ല രീതിയിൽ പൂമ്പൊടിയും തേനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഉണ്ടോ, ഈച്ചയൊക്കെ നല്ല വർക്കാണ്. മൊത്തം കാപ്പിയാണ്. നമ്മുടെ പറമ്പ് മുഴുവൻ കാപ്പി പൂത്ത് നിൽക്കുകയാണ്. 2 ദിവസം നമുക്ക് ഇതിനകത്തു നിന്ന് തേൻ കിട്ടുമെന്നാണ് നമ്മുടെ വർഷങ്ങളായി തേനീച്ച കൃഷികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. കാപ്പി തേൻ നല്ല ഗുണമുള്ള, മണമുള്ള, ഗന്ധമുള്ള തേനാണെന്നാണ് പറയുന്നത്. ഏതായാലും 2 ദിവസത്തേക്ക് തേനീച്ചകൾക്ക് നല്ല രീതിയിൽ തേനെടുക്കുവാനായിട്ട് ഈ കാപ്പി തോട്ടത്തിൽ സാധിക്കുന്നുണ്ട്. ഇത് നെടുങ്കുന്നം ഹണി ബീ ഗ്രൂപ്പിലെ തൊട്ടിക്കൽ ഹണി ബീ ഫാമിൽ നിന്നുള്ള ഒരു ദൃശ്യങ്ങളാണ്. കാപ്പി മൊത്തം പൂത്ത് നിൽക്കുന്നു. കണ്ടോ, നമുക്ക് കാണാം. കാപ്പിക്കിടയിലാണ് നമ്മുടെ കോളനികൾ മുഴുവൻ ഇരിക്കുന്നത്. ഓക്കെ.